വെൽക്കം ടു നെറ്റ്ലിങ്കിൻ്റെ 32RGW മോഡൽ എങ്ങനെ നമ്മൾ എളുപ്പത്തിൽ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് സ്റ്റെപ്പ് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് മോഡത്തിൽ ബാക്ക് വശം ഉള്ള IP അഡ്രസ്സ് എൻ്റർ ചെയ്യുക. IP അഡ്രസ്സ് മാക്സിമം നെറ്റ്ലിങ്കിന് വരുന്ന 192.168.1.1 ഇതായിരിക്കും മാക്സിമം നെറ്റ്ലിങ്കിന് വരുന്ന IP അഡ്രസ്സ്. അതിന് ശേഷം വെബ് ലോഗിൻ പേജ് ഇതായിരിക്കും അതിനകത്ത് ആദ്യം ലോഗിൻ ചെയ്യേണ്ട പേജ് വരുന്നത്. അതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിന് വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ കൊടുക്കുക. ഇത് നെറ്റ്ലിങ്കിൻ്റെ ആദ്യത്തെ പേജ് ഇങ്ങനെയായിരിക്കും വരുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഇൻ്റർനെറ്റ് ആയിരിക്കും ആദ്യം വരുന്നത്. വാൻ കോൺഫിഗറേഷൻ അങ്ങനെയായിരിക്കും അതിൻ്റെ പേജ് കിട്ടുന്നത്. നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന ആദ്യത്തെ പേജ് ഇങ്ങനെ അതിനകത്ത് നിലനിർത്തുക. നിലനിർത്തിയിട്ട് നമ്മൾ കണക്ഷൻ നെയിം ആഡ് ന്യൂ വാൻ കണക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡ് ഫ്രിഡ്ജ് ആയിരിക്കും കിടക്കുന്നത്, അത് മാറ്റിയിട്ട് റൂട്ട് ആക്കുക. അതിനുശേഷം IP വെർഷൻ 4.6 കിടക്കുന്നത്, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമ്മൾ അതിനുശേഷം താഴെ PPPoE അത് ടിക്ക് അല്ലെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ഇപ്പോൾ ടിക്കായിട്ട് തന്നെ അതിനകത്ത് വരുന്നുണ്ട്, അതങ്ങനെ തന്നെ നിർത്തുക. നമ്മൾ ചില ഓപ്പറേറ്റർക്ക് VLAN ID കാണും, ചിലവർക്ക് ഇല്ലാതെ വരും. VLAN ID ഇല്ലാത്തവർ ഇങ്ങനെ നല്ല ചെയ്ത് പോട്ടെ. VLAN ID ഉള്ളവർ ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് VLAN ID ഏതാ VLAN ID ആഡ് ചെയ്യുന്ന വെച്ചാൽ അത് ആഡ് ചെയ്യുക. വീണ്ടും താഴോട്ട് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട MTU അതിനകത്ത് 1492 ആയിരിക്കും കോമൺ ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. നമുക്ക് കിട്ടിയിട്ടുള്ള യൂസർ നെയിം ഏതോ പാസ്വേഡ് ഏതെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വരുമ്പോൾ സർവീസ് മോഡ് ഇൻ്റർനെറ്റ് ആയിരിക്കും കിടക്കുന്നത്. ഇൻ്റർനെറ്റ് ഇട്ടാലും നമുക്ക് നെറ്റ് അപ്പാവും. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് ഇനി പോകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് പുതിയ മെത്തഡായിട്ട് വരുന്നത് DRC069 അതും പിന്നെ വോയിസ് ഇൻ്റർനെറ്റ് മാക്സിമം ഇത് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് താഴെ കാണിച്ചിട്ട് പോർട്ട് 1 പോർട്ട് 2 WLAN ഇത് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്താലും സെലക്ട് ചെയ്യില്ലെങ്കിലും വിഷയമില്ല. അതിനകത്ത് നമ്മളിത് സെലക്ട് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. സേവ് അപ്ലൈ കൊടുക്കുക. സേവ് അപ്ലൈ കൊടുക്കുമ്പോൾ 1 മിനിറ്റ് ഈ പേജ് കൊണ്ട് മാഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടിച്ചത് അവിടെ തന്നെ വീണ്ടും വരും. ഇതിപ്പോൾ ഇവിടെ ഈ പേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ അടിച്ചത് ഇവിടെ കാണാൻ പറ്റും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടിച്ച ഡീറ്റെയിൽ എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട സ്റ്റാറ്റസ് എടുക്കുക. അതിനകത്ത് കോൺഫിഗറേഷൻ ഇൻഫോ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പ് ആണോ ഡൗൺ ആണോ എന്ന് അറിയാൻ പറ്റും. ഇപ്പം നിലവിൽ ഇത് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന അപ്പായിട്ടുണ്ട്. അതിനകത്ത് IP അഡ്രസ് വന്നു. അതിനകത്ത് MAC ID റീഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വൈഫൈയുടെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് എടുക്കുക, WLAN സെലക്ട് ചെയ്യുക. അതിനകത്ത് SSID അതാണ് നമ്മുടെ വൈഫൈയുടെ നെയിം. ഏത് നെയിമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ നെയിം അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം ഇതിനകത്ത് നമ്മൾ ചിലത് കാര്യം നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലൊരു തൊട്ടടുത്ത് ഏതെങ്കിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ നമ്പർ കറക്റ്റ് രീതിക്ക് തന്നെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക് ഇട്ടാലും വിഷയമില്ല, ഓട്ടോമാറ്റിക് അത് മാറിപ്പോക്കോളും. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ചാനൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ 1 സെക്കൻഡ് ആ പേജ് ഒന്ന് ഡിമ്മായിട്ട് വീണ്ടും ആ പേജിലോട്ട് തന്നെ വരും. ഇപ്പം നെയിം ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് WLAN സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് താഴെ വരുന്ന പേർ ഷെയർ കീ അതിനകത്ത് നമ്മൾ ഏത് പാസ്വേഡ് ഇനി പുതിയതായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ പാസ്വേഡ് കൊടുക്കുക. മാക്സിമം ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇത് കോമൺ ആയിട്ട് കിടക്കുന്ന പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ സോ ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ.
ചിലപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ അവിടെ ഒരു അക്കം തെറ്റിപ്പോകാനുണ്ട്. നമുക്കിത് ഏതെന്ന് വെച്ചാൽ അത് നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും. പിന്നെ അപ്ലൈ ചേഞ്ച് കൊടുക്കുക. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ പേജ് ഒന്ന് ഡിമ്മായിട്ട് വീണ്ടും ആ പേജിലോട്ട് തന്നെ വന്നു. ഇത്രയ്ക്കുള്ള നമ്മുടെ ഇപ്പം നിലവിൽ വെച്ചാൽ ഇത് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് കോൺഫിഗറേഷൻ്റെ ഡീറ്റെയിൽ ഇതിനകത്ത് തീർന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് എടുത്തു, അതിനകത്ത് WLAN കോൺഫിഗറേഷൻ ഇൻഫോ എടുത്തു, അതിനകത്ത് ഈ പോർട്ട് ഇൻഫർമേഷൻ ഇതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഒപ്റ്റിക്കലിൻ്റെ പവർ, നമ്മൾ മോഡത്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒപ്റ്റിക്കലിൻ്റെ പവർ എത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതായിരിക്കും ഈ RX പവർ. ഈ RX പവറിന് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മാക്സിമം ഒപ്റ്റിക്കലിൻ്റെ സിഗ്നൽ അതിനകത്ത് എത്ര കൊടുത്തിട്ടുണ്ടോ ആ സിഗ്നലിനകത്ത് അറിയാൻ പറ്റും. കൂടുതലോ കുറവോ ഉണ്ടെങ്കിലും അറിയാൻ പറ്റും. ചിലപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഒന്നോ 2 dBയുടെ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട് മീറ്ററായിട്ടും ഇതിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത്. ഇത് ഇതിൻ്റെ ഒരു ചെറിയ മെത്തേഡ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇത് വോയിസ് കോൺഫിഗറേഷൻ. ഇതിനകത്ത് ആപ്ലിക്കേഷനകത്ത് VOP അതിനകത്ത് വരുമ്പോൾ നമുക്ക് വോയിസിൻ്റെ കോൺഫിഗറേഷൻ ഈ മോഡത്തിനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിനകത്ത് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് അത് നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്ത് താഴത്തെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്കിത് അറിയാൻ പറ്റും. പിന്നെ ഈ മോഡത്തിനകത്ത് വരേണ്ട നമുക്ക് അത്യാവശ്യ കേസ് വെച്ചാൽ മാനേജ്മെൻറ്റിൽ ഡിവൈസ് മാനേജ്മെൻറ്റ് ഈ സാധനത്തിനകത്ത് നമുക്ക് മോഡ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളതും നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ടുള്ള കുറേ ഓപ്ഷനുണ്ട്. ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളത് ഇത് ചെയ്തിട്ട് നമുക്ക് ഈ ഫയൽ വഴി നമുക്ക് പുതിയ മെത്തേഡിലോട്ട് മാറണമെങ്കിൽ ആ സമയം നമുക്ക് പുതിയ ഫ്രെയിംവെയർ കിട്ടുമ്പോൾ നമുക്ക് ഇത് ചെയ്തു പോകാൻ പറ്റും. ഇത് നമ്മുടെ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന ഫ്രെയിംവെയറിൻ്റെ ഡീറ്റെയിൽ കിടക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് പറഞ്ഞ എല്ലാം തന്നെ V3.7 ആയിരിക്കും നമുക്ക് പുതിയ വെർഷനും കാണിച്ചിരിക്കുന്നത്. നമുക്ക് നിലവിൽ ഇപ്പം നമ്മൾ കോൺഫിഗർ ചെയ്തല്ലോ, അതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റും കൂടെ നമ്മൾ ഒന്ന് നോക്കിയേക്കാം. അതിനകത്ത് അപ്ലോഡും ആയിട്ടുണ്ട്. വീണ്ടും അതിനകത്ത് ഡൗൺലോഡും കൂടെ അറിയാൻ പറ്റും. MBPS പ്ലാൻ ആയിരുന്നു. അതിനകത്ത് ഇപ്പം നിലവിൽ 54 ഡൗൺലോഡ് കാണിച്ചിട്ടുണ്ട്. അപ്ലോഡും 53 സംതിങ് അപ്ലോഡും ആയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ 3 to RGയുടെ എളുപ്പത്തിൽ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുന്ന മെത്തേഡേ ഉള്ളൂ. താങ്ക് യു.